ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാളായി ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നോർമലി നമ്മൾ രാവിലെ എണീക്കുന്നു, ഒരു ഡേ ജോലി ചെയ്യുന്നു, പിന്നെ വൈകുന്നേരം ആകുന്നു, വീണ്ടും രാത്രിയാകുന്നു, കിടന്നുറങ്ങുന്നു. അപ്പം അങ്ങനെ പോകുന്നതിനേക്കാളും ഇന്ന് ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഒരു ദിവസം വർക്ക് ഫ്രം ഹോം ഉള്ളൊരു ഡേ, എൻ്റെ ഡേ, യൂഷ്വൽ ഡേ എങ്ങനെയാണ് എന്നൊന്ന് വീഡിയോ എടുത്ത് നൈസായിട്ട് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ജസ്റ്റ് ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ അടുക്കള വരെ പോയി നടന്നിട്ടൊക്കെ വരാം കേട്ടോ. പോയി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും ഫ്രഷ് ആയിട്ട് വീണ്ടും വന്നിരുന്ന് അപ്പോൾ നമുക്ക് ആ ഒരു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. രാവിലെ തന്നെ എണീറ്റിട്ട് ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് മുഖം കഴുകി പിന്നെ മസാജറൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ അല്ല ഞാൻ നോർമലി സാധാരണ ആളുകൾ ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്ത് സാധാ മുഖമൊക്കെ കഴുകി പിന്നെ കുഞ്ഞിനെ സ്കൂളിൽ അയച്ചിരിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന റൊട്ടീനൊക്കെ എനിക്ക് ചില സമയത്ത് ഓക്കെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്യാറുണ്ട് എന്നല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുന്ന ഒരു പേഴ്സണൊന്നും അല്ല ഞാൻ. പിന്നെ ഒരു ഡേയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതായത് എൻ്റെ ആ ഒരു ഡേയിലെ മൂഡൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുക, മൂഡൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞ സാധനം ഇതാണ്. ഇതൊരു ക്യാൻഡിലാണ്, ഇതൊരു സെൻറ്റഡ് ക്യാൻഡിലാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഈ സാധനം ഭയങ്കരമായിട്ട് ഇത് കത്തിച്ച് വെച്ചിട്ട് അന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവ് ആവാറുണ്ട്. സോ ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ള സാധനമാണ്. മണമാണ്. അപ്പോൾ ഇത് ലാവൻഡറിൻ്റെ ഒരു സെൻറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മണമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടും ഈ ഒരു സാധനം. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റഡ് ക്യാൻഡിൽസ് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് സെൻറ്റഡ് ക്യാൻഡിൽസ് വേണമെങ്കിലും യൂസ് ചെയ്യില്ല. ആ മൂഡ് തന്നെ ഫുള്ളായിട്ട് ചേഞ്ച് ആവും ഈ ഒരു സാധനമൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രൊഡക്റ്റീവ് ഡേയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ല, ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത് എൻ്റെ ഒരു ഡേ തന്നെ ഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്താൽ എന്നെ ഭയങ്കരമായിട്ട് റിഫ്രഷിങ് ആക്കാറുണ്ട്. ഒരു ഡേ എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് പ്രൊഡക്റ്റീവ് ആക്കാമെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഞാൻ നോർമലി ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ എല്ലാവരും പറയാറുണ്ട്, എനിക്കും അങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ഇരിക്കുന്ന ടൈമിനേക്കാളും എക്സ്റ്റെൻഡ് ആവും നമ്മുടെ സ്കെഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ആവുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റിലെ ആ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെയാണ് അന്നത്തെ ദിവസത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കോളാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് കോളാണ്, അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുമെങ്കിൽ അർജൻറ്റായിട്ട് കോൾ വെച്ചിട്ട് അത് സോർട്ട് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ടെക്നോ പാർക്കിലെ ഒരു ഫേമിലാണ്. അപ്പോൾ IT ഫേം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രൊജക്റ്റ് മാനേജറാണ് ഇപ്പോഴത്തെ എൻ്റെ റോള്. അപ്പോൾ ഞാൻ ബിസിനസ് അനലിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ പ്രൊജക്റ്റ് മാനേജർ റോളിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ഡേയിൽ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലേ, എൻ്റെ ഈ ഒരു വീക്കിലെ പ്ലാൻ അനുസരിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ വേറെ കാര്യം,
ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വർക്ക് ലൈഫിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിലെല്ലാം ചെയ്യണം. അതായത് എപ്പോഴും നമ്മൾ ഫുൾ ടൈം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു 6 മണി 7 മണിക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കരുത്. അപ്പം അതിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യണം നമ്മുടെ കാര്യങ്ങളെല്ലാം. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത് 5:30ക്കാണ്. 5:30ക്ക് സ്കെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് 7 മണിയായി 8 മണിയായി അങ്ങനെ പോകാൻ നിങ്ങൾ അനുവദിക്കണം. അപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു ടൈം കൺസ്ട്രെയിൻഡ് ആയിരിക്കണം. അപ്പം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു അധികം പ്രശ്നമൊന്നും വരത്തില്ല. വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ഓഫീസിൽ പോയി വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്കെല്ലാം ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ബ്രേക്ക് എടുത്തപ്പം ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പം അതിന് ഞാനൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ശകല യോഗട്ട് ബാക്കിയുണ്ട്. അപ്പോൾ യോഗട്ടും ആപ്പിളും വെച്ചിട്ട് ഒരു ചെറിയൊരു സാലഡ് പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാം. അതിൻ്റെ സ്നാക്ക് റെസിപ്പി കാണിച്ചു തരാം. ഇതിനായിട്ട് ഞാനൊരു ഫുൾ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് കഴിക്കാം. അങ്ങനെ യോഗട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി നമുക്ക് പരാന്തി പൊരിക്കാം. അപ്പോൾ ഇത് നോർമലി ഡയറ്റൊക്കെ നോക്കുന്നവർ എനിക്ക് തോന്നുന്നു ഒരുപാട് റീൽസിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പീസാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പം യോഗട്ടായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നത് ഭയങ്കര നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ റെഡിയായി. അപ്പം നമുക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കാതെ നമ്മൾ എണീറ്റ് നടക്കുക. അപ്പോൾ നമ്മൾ ഈവൻ വെള്ളമൊക്കെ നമ്മൾ അടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത് കൊണ്ട് വെച്ചിരുന്നാൽ നമ്മൾ പിന്നെ പോയിട്ട് എടുക്കാനൊക്കെ മടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കിച്ചൺ വരെ ആണെങ്കിലും ഒന്ന് പോയി വെള്ളമൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് നമ്മളൊന്ന് നടക്കുന്നുണ്ട്, നമ്മൾ ആ ഒരു പൊസിഷനിൽ നിന്നൊന്ന് മാറുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. വർക്ക് ഫ്രം ഹോം എടുക്കുന്ന ആളുകളാണെങ്കിലും വേറെ എന്തെങ്കിലും, ഇപ്പം നിങ്ങളൊരു എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനിരിക്കുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും പഠിക്കാനിരിക്കുന്നവരാണെങ്കിലും ഒക്കെ നമ്മൾ എണീറ്റ് നടക്കണം. ഓക്കെ, കുറേ നാളായി വീഡിയോ എടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു കണ്ടിന്യൂറ്റി അങ്ങ് നഷ്ടപ്പെട്ട പോലെ. പക്ഷെ എങ്കിലും ഞാനിനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ തന്നെ മോൻ്റെ 2nd ബർത്ത്ഡേ ഒക്കെ വ്ളോഗാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത്, അപ്പോൾ നമ്മളൊരു ഡയറി നമ്മൾ കീപ്പ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ആൽബം കീപ്പ് ചെയ്യുന്ന പോലെ, ഇങ്ങനെ നമ്മുടെ ഒരു മെമ്മറീസാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെയിലി ആക്ടിവിറ്റീസ് അല്ല എങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഇതേപോലെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടൈം കണ്ടെത്തും എന്ന് തന്നെയാണ് ഇപ്പോഴ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കണ്ടെത്താനാണ് ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ, എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്? എല്ലാവർക്കും ഈ 2025 ഒരു നല്ല വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.